ഹരേ കൃഷ്ണ. ഇന്നിനി നമുക്ക് 8ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കുവാനുള്ളത്. 8ാമത്തെ ശ്ലോകം. അസുഭിരേവ സമം ധയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വനാം നിരപതദ്ഭയദായി നിജം വപു പ്രതിഗതാ പ്രവിസാര്യ ഭുജാവുഭൗ. ഭഗവാനെ ആസ്വദിച്ച് തന്നെ തേടിയെത്തിയ പൂതനയുടെ സ്തനങ്ങളെ പാനം ചെയ്യുന്നതായിരുന്നു, പാനം ചെയ്യാൻ തുടങ്ങുന്ന കാഴ്ച വരെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ തനിക്ക് വേണ്ടി മാത്രം കരുതി വച്ചിരുന്ന ഈ തരുണിയുടെ സ്തനങ്ങളിലെ പാൽ ഭഗവാൻ അങ്ങനെ ആസ്വദിച്ചു കുടിക്കുക. ആ കുടിക്കുന്ന കൂട്ടത്തിൽ കുറുമ്പൻ ഒരു കുറുമ്പ് കൂടി കാട്ടി. അവിടെ എന്താ? അസുഭിരേവ സമം ധയതി ത്വയി. അസുഭിഹി ഏവ സമം ധയതി. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് അസുഭിരേവ സമന്ധയതി. അസുഭിഹി എന്ന് പറഞ്ഞാൽ പ്രാണനാണ്. അസുഭിഹി ഏവ, ആ പ്രാണനെയും കൂടി അല്ലെങ്കിൽ പ്രാണനോട് കൂടി തന്നെ, സമം എന്ന് പറഞ്ഞാൽ അതിനോട് കൂടി, എന്താ, ധയതി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വലിച്ചു കുടിക്കുക. അപ്പോൾ ഭഗവാൻ, കുറുമ്പൻ കരുതി ഇത്ര കാലവും തനിക്ക് വേണ്ടി മാത്രം കാത്തുവച്ചിരുന്നാണല്ലോ, ഒടുവിൽ ഇപ്പോൾ തൻ്റെ അടുത്ത് എത്തിയപ്പോൾ എത്ര ആവേശത്തോടു കൂടിയാണ്, ആരോടും ഒന്നും ചോദിക്കുകയാകട്ടെ, ഈ ഉണ്ണിയെ കയ്യിലെടുക്കുന്നതിന് മുൻപ് ആ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ അവരോടൊന്ന് സംസാരിക്കുവാൻ പോലും കൂട്ടാക്കാതെ, ഒന്ന് പരിചയഭാവം പോലും നടിക്കാതെ ആ ഗോപസ്ത്രീകളെ കണ്ടിട്ടും ഗോപസ്ത്രീകൾ അത്ഭുതം കൂറി നിന്നപ്പോഴും താൻ യാതൊന്നിനെയാണോ തേടി വന്നത് അതുമാത്രമായി കണ്ണിൽ. നോക്കൂ, ഭഗവാനെ തേടി അലയുന്നവർക്ക് ചുറ്റിനും വേറെ എന്ത് നിന്നാലും എന്തിരുന്നാലും ഏതൊക്കെ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നാലും, നമ്മളെ വ്യതിചലിപ്പിക്കുന്ന, നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്നതായിട്ടുള്ള മറ്റെന്ത് തന്നെ ഉണ്ടായിരുന്നാലും ആ ഒന്നിലേക്ക് മനസ്സുറച്ചു കഴിഞ്ഞാൽ ഈ ചുറ്റിനും നിൽക്കുന്ന ഒന്നിനും തന്നെയും നമ്മളെ വ്യതിചലിപ്പിക്കുവാൻ, ഡിസ്ട്രാക്റ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. ഇവിടെ പൂതനയ്ക്കും സംഭവിച്ചത് അതുതന്നെയാണ്. തേടി വന്നത് ഈ ഒന്നിനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചുറ്റിനുമുള്ള ഗോപസ്ത്രീകൾ നിന്നതോ അവരാശ്ചര്യത്തോടു കൂടി നോക്കിയതോ അവർക്ക് തന്നെക്കുറിച്ച് അറിയണമെന്ന ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവാം. എന്നാൽ പോലും അതിനൊന്നും ഇടം കൊടുക്കാതെ നേരെ പോയി ഭഗവാനെ അങ്ങോട്ട് പ്രാപിച്ചു. അങ്ങനെ വന്നതല്ലേ ഈ തരുണി. ശരി, എനിക്ക് വേണ്ടി കാത്തുവച്ച പാലിനോടൊപ്പം പ്രാണന് തുല്യം എന്നെ സ്നേഹിച്ചതാണല്ലോ. എങ്കിൽ പിന്നെ, കാരണം പൂതനയുടെ ഉള്ളിൽ മറ്റൊന്നിനും വിലയുണ്ടായിരുന്നില്ല. എന്തേയുള്ളൂ ഭഗവാന് വേണ്ടി മാത്രം. ആ കൃഷ്ണനെ തേടിയാണ് അലഞ്ഞുകൊണ്ടിരുന്നത്. തൻ്റെ പ്രാണൻ പോലും അപകടത്തിൽ ആഴ്ത്തിക്കൊണ്ട് കംസന് വേണ്ടി തങ്ങൾ ഏറ്റെടുത്ത ഈ ദൗത്യം, ശത്രുപക്ഷത്ത് നിൽക്കുന്നത് നിസ്സാരക്കാരനല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അസുരന്മാരൊക്കെയും അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. അപ്പോൾ തന്നെ മാത്രം തേടി സ്വന്തം പ്രാണനെ പോലും അപകടത്തിലാഴ്ത്തിക്കൊണ്ട് തന്നെ തേടി എത്തിയതല്ലേ, എങ്കിൽ പിന്നെ ആ പ്രാണനെയും കൂടി ഞാനിങ്ങ് സ്വീകരിച്ചേക്കാം എന്ന് കുറുമ്പനൊരു കുറുമ്പ് തോന്നി. അതുകൊണ്ട് തന്നെ ആ വലിയ മാമ്പഴം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒരു മാമ്പഴം വലിച്ചു കുടിക്കുന്ന മാധുര്യത്തോടുകൂടി തന്നെ തനിക്കായി ആ സ്ഥലങ്ങളിൽ കരുതി വെച്ച വിഷത്തെയും കൂടി പാനം ചെയ്യുമ്പോൾ കണ്ണൻ ഒന്നുകൂടി തീരുമാനിച്ചു, പ്രാണന് തുല്യം അല്ലെങ്കിൽ പ്രാണനേക്കാൾ, തൻ്റെ പ്രാണനേക്കാൾ മേലെയായി എന്നെ കാണണമെന്ന് തേടി അലഞ്ഞു വന്ന ആ പൂതനയ്ക്ക്, ആ പൂതനയുടെ പ്രാണനെയും കൂടി ഞാനിങ്ങ് എടുത്തേക്കാം, പ്രാണനെയും കൂടി ഒന്ന് വലിച്ചെടുത്തേക്കാം എന്ന് ധരിച്ചിട്ട് സ്തനങ്ങളെ വലിച്ചു കുടിക്കുന്ന കൂട്ടത്തിൽ പൂതനയുടെ പ്രാണനെയും കൂടി തിരുവടി വലിച്ചു കുടിക്കാൻ തുടങ്ങിയ ആ പാലിനോടൊപ്പം
സ്തനമസൗ, സ്തനം അസൗ ആണ്, സ്തനമസൗ. സ്തനം ധയതി എന്ന് പറഞ്ഞാൽ സ്തനങ്ങളിൽ നിന്നും പാല് വലിച്ചു കുടിച്ചു. അസൗ ഈ സ്തനിതോപമ നിസ്വന, ഒരു ഇടിമുഴക്കം പോലെയുള്ള വലിയൊരു ശബ്ദത്തോടു കൂടി. നമുക്ക് ഭാഗവതത്തിൽ ഈ രംഗത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, ആ തൻ്റെ സ്ഥലങ്ങളിലെ പാല് വലിച്ചു കുടിക്കുമ്പോൾ ഒരു പക്ഷേ ആ സ്ത്രീയുടെ ഉള്ളിൽ രാക്ഷസിയായിരുന്നിട്ട് പോലും ഭഗവാനെ പാലൂട്ടാൻ കഴിഞ്ഞതിൻ്റെ ഒരു നിർവൃതി, ഒരു ആനന്ദം അങ്ങനെ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവാം. പക്ഷെ ഒരു വേള ആ പാലിനോടൊപ്പം തൻ്റെ പ്രാണനെ കൂടി കുറേശ്ശെയായി വലിക്കുവാൻ തുടങ്ങിയപ്പോൾ പൂതനയുടെ സ്ഥലങ്ങളിൽ വേദന അനുഭവപ്പെടുവാൻ തുടങ്ങി. ആദ്യമൊക്കെ കരുതി കുഞ്ഞുങ്ങൾ കുഞ്ഞു പല്ലുകൊണ്ടും മോണ കൊണ്ടും ഒക്കെ കടിക്കുമല്ലോ, അതാവുന്ന. പക്ഷെ ഇത് അതിനായിട്ടില്ല. 5-6 ദിവസമേ ആയിട്ടുള്ളൂ ഈ ഉണ്ണി ഭൂമിയിലേക്ക് വന്നിട്ട്. പിന്നെയും ഈ ഉണ്ണി ശക്തി കൂട്ടിക്കൂട്ടി തൻ്റെ പ്രാണനെ വലിച്ചപ്പോൾ പൂതന അലറിക്കരയുന്നുണ്ട്. മുഞ്ച മുഞ്ച എന്ന് പറഞ്ഞ് അലറിക്കരയുന്നുണ്ട്. അത് വിടൂ 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 എന്നും പറഞ്ഞ് ഉറക്കെ ആ ഉണ്ണിയെ എങ്ങനെയെങ്കിലും വലിച്ചു പറിച്ച് തൻ്റെ സ്ഥലങ്ങളിൽ നിന്നും വലിച്ചു പറിച്ച് താഴെ ഇടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാനുണ്ടോ ഒരിക്കൽ ഭഗവാനെ ആശ്രയിച്ചവരെ കൈവിടുന്നു. ഇത്ര ദൂരവും താണ്ടി, ഇത്ര ദേശങ്ങൾ താണ്ടി ഈ പൂതന വന്നത് തന്നെ കാണുവാനല്ലേ, തനിക്കുള്ള സമ്മാനവുമായിട്ടല്ലേ. എന്തും വേണ്ടി തൻ്റെ ജീവനെ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ്, എത്രമാത്രം റിസ്ക് എടുത്തിട്ടാണ് ഈ പൂതന ഇവിടെ വന്നത്. ഭഗവാനും കരുതി, എന്നെ തേടി വന്ന ഈ സ്ത്രീരത്നത്തിന്, ഈ തരുണീമണിക്ക് ഒരു സമ്മാനം കൊടുക്കണമല്ലോ. ഭഗവാൻ ആഞ്ഞാഞ്ഞു വലിച്ചു കുടിച്ചു. ഇനിയും തന്നോട് തന്നെ ചേർന്നിരിക്കട്ടെ, തന്നെ ചേർത്ത് വെച്ചതല്ലേ മടിയിൽ, ഇനിയും തന്നോട് ചേർന്നിരിക്കട്ടെ എന്ന് ഭഗവാൻ കരുതി. അങ്ങനെ ആ പ്രാണനെ മുഴുവൻ ആ മുലപ്പാലിനോടൊപ്പം ഭഗവാൻ വലിച്ചു കുടിച്ചു. ഒടുവിൽ വേദന സഹിക്കവയ്യാതെ തൻ്റെ പ്രാണൻ ആ ശരീരത്തിൽ നിന്നും ഭഗവാനിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരുന്ന നിമിഷം, ആ നിമിഷം വലിയൊരു ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടുകൂടി പൂതന നിലംപതിക്കുന്ന ഒരു സുന്ദരമായ കാഴ്ച. ഏതൊരു പതനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് വേദന ഉളവാക്കുന്നതാണ്. അതൊരു ചെടിയിൽ നിന്ന് മനോഹരമായ പുഷ്പം താഴെ വീണാലും കുമാരനാശാൻ്റെ വീണ പൂവ് പോലെ ആ കഷ്ടം എന്നേ തോന്നുകയുള്ളൂ. ഇന്നലെ വരെ ആ ചെടിക്ക് അലങ്കാരമായി നിന്നിരുന്ന, കാണുന്നവരുടെ കണ്ണുകളെ കുളിരണിയിച്ചിരുന്ന, അവർക്ക് സന്തോഷത്തെ പകർന്നു നൽകിയിരുന്ന പുഷ്പം ഇന്ന് വാടി താഴെ വീണ് കിടക്കുമ്പോൾ നമുക്കൊരു പാവം തോന്നും. പക്ഷെ പൂതനയുടെ പതനം എല്ലാവർക്കും, അത് വായിക്കുന്ന എല്ലാവർക്കും, അത് കേൾക്കുന്ന എല്ലാവർക്കും ഉള്ളിലൊരു ആനന്ദത്തെയാണ് പകർന്നു നൽകുന്നത്. ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞത് സ്തനിതോപമ നിസ്വന എന്നാണ് പറഞ്ഞത്. സ്തനിതം എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം എന്നാണ് അർത്ഥം. അപ്പോൾ വലിയൊരു ഇടിമുഴക്കം, അതും തീർത്തും അപ്രതീക്ഷിതമായ ഒരു സമയത്തുണ്ടായാൽ എങ്ങനെയിരിക്കുമോ, അതേപോലെ ആ പ്രദേശത്തെ ഒന്നാകെ തന്നെ ഒന്ന് ഞെട്ടലിൽ ആഴ്ത്തിക്കൊണ്ട്, ഒന്ന് പേടിച്ച് വിറപ്പിച്ചുകൊണ്ട്, അത്രമാത്രം ഭയാനകമായ ഒരു ശബ്ദത്തോടു കൂടി. അപ്പോൾ ആ നന്ദഗോപരുടെ ഗൃഹത്തിനുള്ളിൽ മാത്രമല്ല ശബ്ദം വീണിരിക്കുന്നത്, ആ ഗ്രാമത്തെ ഒന്നാകെ. കാരണം ഒരു ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം ഒരു ഗൃഹത്തെ മാത്രമല്ല, ഒരു ദേശത്തെ ഒന്നാകെ തന്നെ ചില സമയങ്ങളിൽ ഭയപ്പെടുത്താറുണ്ട്, പ്രത്യേകിച്ചും തീർത്തും അപ്രതീക്ഷിതമായിട്ടാവുമ്പോൾ. ഇവിടെയും വളരെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ഒരു തോണിയാണ് ഗോകുലത്തിലെ എല്ലാവരുടെയും ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഈ സുന്ദരി വരുന്നത്. അങ്ങനെ ഉണ്ണിയെ മടിയിലെടുത്ത് വെച്ച് പാല് കൊടുത്തുകൊണ്ടിരുന്ന സുന്ദരി പെട്ടെന്ന് വലിയൊരു ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടുകൂടി സ്തനിതം
ഉപമ, സ്തനിതോപമ, നിസ്വന എന്ന് പറഞ്ഞാൽ നിസ്വനം എന്നാൽ ശബ്ദം. അങ്ങനെ ഒരു വലിയൊരു ശബ്ദത്തോടു കൂടി താഴേക്ക് പതിച്ചു. നിരപതത് ഭയദായി നിജം വപു. നിരപതത് എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മരിച്ചു വീണു, താഴെ വീണു, പ്രാണൻ പോയി, ശരീരം താഴെ വീണു. ആ വീണ സമയത്ത് ഭയദായി നിജം വപുഹു. ഭയദായി എന്ന് പറഞ്ഞാൽ ഭയദ എന്ന് പറഞ്ഞാൽ ഭയത്തെ ജനിപ്പിക്കുന്നത്. ഭയദായി വളരെ ഭീകരമായിട്ടുള്ള, നിജം വപുഹു തൻ്റെ യഥാർത്ഥ ദേഹത്തെ, സ്വരൂപത്തെ, ശരീരത്തെ പ്രാപിച്ചുകൊണ്ടാണ് താഴെ വീണത്. അതുവരെ ഉണ്ടായിരുന്ന കപടവേഷം മുഴുവൻ ഭഗവാൻ അങ്ങോട്ട് അഴിച്ചു മാറ്റി. അതുവരെയുള്ള കപടവേഷത്തിൽ ആ സ്ത്രീക്ക് ചുറ്റും, അല്ലെങ്കിൽ ആ ഉണ്ണിയുടെയും പാലൂട്ടിക്കൊണ്ടിരുന്ന പൂതനയുടെയും ചുറ്റും അതിശയത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ഗോപസ്ത്രീകളുടെ മുന്നിൽ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയായി, നിങ്ങൾ ഈ കണ്ടതൊന്നുമല്ല കേട്ടോ ആള്, ഇതാരാ എന്നുള്ള ഭാവത്തിൽ ആ പ്രാണനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ തൻ്റെ കാപട്യം എല്ലാം മാറിപ്പോയി. ഭഗവാനോട് ചേരുന്നതല്ലേ, ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നാൽ അവിടെ കാപട്യത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് കാപട്യം എല്ലാം അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ, ഭഗവാൻ എല്ലാം അങ്ങോട്ട് മാറ്റിയപ്പോൾ പിന്നെ എന്തായിരുന്നോ യഥാർത്ഥ രൂപം, ആ രൂപത്തെ പ്രാപിച്ചുകൊണ്ടാണ് പൂതന നിലം പതിക്കുന്നത്. ആ രൂപമാകട്ടെ, ആ രാക്ഷസീയ രൂപമാകട്ടെ വളരെ ഭീകരമായിട്ടുള്ളതായിരുന്നു, ഭയപ്പെടുത്തുന്നതായിരുന്നു. അത്ര ഭയാനകമായ ഒരു രൂപമായിരുന്നു. പ്രതിഗത പ്രവിസാര്യ ഭുജാവുഭൗ. പ്രതിഗത തൻ്റെ കൈകൊണ്ട്, പ്രവിസാര്യ അതങ്ങനെ വളരെ വിസ്തരിച്ച് തുറന്നു പിടിച്ചുകൊണ്ട്, കൈ മലർത്തിക്കൊണ്ട് ഭുജാവുഭൗ. ഭുജൗ ഉഭൗ ആണ്. ഭുജൗ എന്ന് പറഞ്ഞാൽ കൈകൾ, ഉഭൗ രണ്ട് കൈകളും അങ്ങനെ തുറന്ന് മലർത്തി പിടിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പതിച്ചു. നോക്കൂ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാരത്തിലും ആദ്യം ഭഗവാന്റെ കൈകളാൽ പ്രാണൻ വെടിയാൻ ഭാഗ്യം സിദ്ധിച്ചത് ഒരു സ്ത്രീക്കായിരുന്നു. താടക, അവിടെ താടക വധം എന്നാണ് പറയുന്നത്, താടകയെ വധിച്ചു എന്നാണ് പറഞ്ഞത്. ഭഗവാനെ തേടി എത്തിയതായിരുന്നില്ല അന്ന് താടക. പലരെയും, ആ വഴി പോകുന്ന എല്ലാവരെയും, ആ പ്രദേശത്തുള്ള എല്ലാവരെയും ആക്രമിക്കുന്ന സ്വഭാവത്തോടു കൂടിയ താടക ആ വഴി വന്ന് ശ്രീരാമചന്ദ്ര ഭഗവാനെയും ആക്രമിച്ചു. അവിടെ ഭഗവാൻ താടകയെ വധിച്ചു. ഇവിടെയും ശ്രീകൃഷ്ണാവതാരത്തിലും ആദ്യം വധിച്ചത് ഒരു സ്ത്രീയെയാണ്, വധിക്കുകയായിരുന്നില്ല ഇവിടെ. പക്ഷേ പ്രാണനെ എടുത്തപ്പോൾ മോക്ഷമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. പൂതന വധമല്ല, പൂതന മോക്ഷമാണ്. ഇവിടെ ഭഗവാനെ തേടി ഇങ്ങോട്ടേക്ക് വന്നതാണ് പൂതന. അങ്ങനെ 2 അവതാരങ്ങളിലും ആദ്യം ഒരു സ്ത്രീയെ ഹരിച്ചുകൊണ്ടാണ് അവതാര ലീലകൾ തുടങ്ങുന്നത്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാരത്തിൽ കുറച്ചുകൂടി മുതിർന്നതിന് ശേഷമായിരുന്നുവെങ്കിൽ ശ്രീകൃഷ്ണ അവതാരത്തിൽ അത് ജനിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭഗവാൻ ലീല ആടിത്തുടങ്ങി. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കൈകൾ മലർത്തിക്കൊണ്ട് ആ ശരീരം നിലം പതിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊന്നുകൂടി നമുക്ക് കാണിച്ചു തരികയാണ്. കംസൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളായിരുന്ന പൂതന, ആ കംസൻ്റെ പ്രീതിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടും ഈ ദേഹത്തെ ഇവിടെ ഉപേക്ഷിച്ച് പ്രാണനെ ഭഗവാൻ തന്നോട് ചേർത്തപ്പോൾ കൈകൾ ശൂന്യമായിരുന്നു. നമ്മൾ സമ്പാദിക്കുന്നതൊക്കെയും
ഈ മണ്ണിൽ ഉപേക്ഷിച്ച് ദേഹത്തെ പോലും ഉപേക്ഷിച്ചു പോകേണ്ടവരാണ് നമ്മൾ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഒരു രംഗം നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. ഇവിടെ ആദ്യത്തെ പാദത്തിൽ അസുഭിരേവ സമന്ധയതി, അവിടെ അസുഭി എന്നുള്ളതിന് പ്രാണനോടുകൂടി എന്നും ചില ആചാര്യന്മാർ അതിനെ വിഷം എന്നൊരു വ്യാഖ്യാനം കൂടി കൊടുക്കാറുണ്ട്. അതായത് വിഷത്തോടു കൂടിയിട്ട് പ്രാണനെ വലിച്ചു കുടിച്ചു എന്നും അവിടെ വ്യാഖ്യാനം പറയാറുണ്ട്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അസുഭിരേവ സമന്ധയതി ത്വയി, അസുഭിരേവ സമന്ധയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വനാ നിരപതൽ ഭയദായി നിജം വപു പ്രതിഗതാ പ്രവിസാര്യ ഭുജാവുഭൗ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ പാദത്തിൽ അസുഭിരേവ സമന്ധയതി, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെ നമ്മൾ പദങ്ങൾ പിരിച്ചു പറഞ്ഞിരുന്നു. അസുഭി ഏവ സമം ധയതി, ഇവിടെയൊന്നും പദം പിരിക്കണ്ട, വായിക്കുമ്പോൾ അത് തെറ്റുകൂടാതെ വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ സ്തനമസൗ, സ്തനം അസൗവാണ്, മായയുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ സ്തനിതോപമ നിസ്വന, അവിടെയും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പദങ്ങൾ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. പിന്നെ വപുഹ് എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.